ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിലബസ് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് സെല്ലുലാർ ഈക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ആണ്. അതിലെ എല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്യില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ബാക്കി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിന്റെ ഇൻട്രോ പാർട്ടിലേക്ക് പോകാം. സെല്ലുലാർ ഈക്വിലിബ്രിയം. ഈ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഒരു എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും. ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ്. ഇനി സെല്ലുലാർ ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അത് സെല്ലിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് തമ്മിലുള്ള ഒരു സ്റ്റേബിൾ ബാലൻസിനെയാണ് നമ്മൾ എന്ത് പറയാം, സെല്ലുലാർ ഈക്വിലിബ്രിയം എന്ന് നമ്മൾ പറയാം. ഡെഫിനിഷൻ അത് തന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതും. ആൻഡ് ഈ സെല്ലുലാർ ഈക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ ഓവറോൾ ഹെൽത്തിനും അതുപോലെ തന്നെ പ്ലാന്റിന്റെ അകത്ത് നടക്കുന്ന പല പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ, റീപ്രൊഡക്ഷൻ, ഗ്രോത്ത്, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ്സിനൊക്കെ ഈ ഒരു ഈക്വിലിബ്രിയം സ്റ്റേറ്റ് വളരെ അത്യാവശ്യമാണ്. പിന്നെ പ്ലാന്റിന്റെ ന്യൂട്രീഷൻ, ഇതെല്ലാത്തിനും ഈ ഒരു ഈക്വിലിബ്രിയം സ്റ്റേറ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, മോളിക്യൂൾസ് ആണ് മൂവ്മെന്റ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു പ്ലാന്റിന് എന്താണ് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ ഈ ഒരു മോളിക്യൂൾസും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്താൽ മാത്രമാണ് പ്ലാന്റിന് അത് ഗുണമുണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ സെല്ലുലാർ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് വേണ്ടിയിട്ട് കുറച്ച് മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നും അതുവഴി എങ്ങനെയാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് ഇംബൈബിഷൻ. ഇംബൈബിഷൻ ഇംബൈബിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിനൻ is by which a living or dead plant cells absorb water by surface attraction. അതായത് ഒരു ലിവിങ് ആയിട്ടുള്ളതോ ഒരു ഡെഡ് ആയിട്ടുള്ള ഒരു സെല്ല് സർഫസ് അട്രാക്ഷൻ വഴിയായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇംബൈബിഷൻ. ഇംബൈബിഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മഴക്കാലത്ത് നമ്മുടെ വുഡൻ ഡോർസ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാവാറുണ്ട്. കാരണം അത് കുറച്ച് സ്വെള്ള ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ഇംബൈബിഷൻ. വുഡൻ ഡോർസ് ആ ഒരു മഴക്കാലത്ത് മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് അവര് സ്വെള്ളപ്പ് ആകുന്നു. അതൊരു ഇംബൈബിഷന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി അതുപോലെ തന്നെ ചില സബ്സ്റ്റൻസസ് ഉണ്ട്, സെല്ലുലോസ്, പ്രോട്ടീൻസ്, ഇവയ്ക്കെല്ലാത്തിനും ഒരു വാട്ടർ അഫിനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ ലവിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. നമ്മൾ അതിനെ പറയും ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസസ്. ഹൈഡ്രോഫിലിക്, ഹൈഡ്രോ മീൻസ് വാട്ടർ, ഫിലിക് മീൻസ് ഒരു അഫിനിറ്റി, അല്ലെങ്കിൽ വെള്ളത്തിനോടുള്ള ഒരു അഫിനിറ്റി, വാട്ടർ ലവിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് സെല്ലുലോസും പ്രോട്ടീൻസും. അപ്പോൾ ഇതും ഇതേപോലെ ഇംബൈബിഷൻ അല്ലെങ്കിൽ ഇംബൈബിഷൻ കാണിക്കുന്ന സബ്സ്റ്റൻസസ് ആണ്. ഇനി ഇത് അസെന്റ് ഓഫ് സാപ്പിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അസെന്റ് ഓഫ് സാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലാന്റിന് ആവശ്യത്തിന്, നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിനുള്ള വാട്ടറും അതിന് വേണ്ട ഫെർട്ടിലൈസേഴ്സ്, ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വേരിൽ നിന്ന് ഇലകൾ വരെ എത്തണം, അല്ലെങ്കിൽ പൂക്കൾ വരെ എത്തണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ അസെന്റ് ഓഫ് സാപ്പ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് എന്ത്, ഇംബൈബിഷൻ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമുണ്ട്, വുഡൻ ഡോർസിന്റെ സെൽസ് അപ്പ് ആവുന്നത് ഒരു മഴക്കാലം സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് ജെർമിനേറ്റിംഗ് ആയിട്ടുള്ള സീഡ്സിലും ഈ ഇംബൈബിഷൻ കാണിക്കാറുണ്ട്. അതായത് ഡ്രൈ ആയിട്ടുള്ള സീഡ് വാട്ടർ അബ്സോർബ് ചെയ്ത് അതിന്റെ സീഡ് കോട്ട് റപ്ചർ ചെയ്ത് പ്ലാന്റ് പുറത്തേക്ക് വരുന്നു. അതാണ് ആ പിക്ചറിൽ കാണുന്നത്. കണ്ട, ഒരു കോണിന്റെ ഒരു സീഡ് ഉണ്ട്, അത് വാട്ടർ അബ്സോർബ് ചെയ്ത് അതിന്റെ സീഡ് കോട്ട് റപ്ചർ ചെയ്ത് പ്ലിമ്യൂള് റാഡിക്കൽ വരുന്നു.
പ്ലിമൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രീൻ കളറിലോട്ടുള്ള ആ ഒരു പോർഷൻ, അതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, ഒരു ഷൂട്ടായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ നമ്മൾ പറയുന്നത് എന്താ, മണ്ണിന് മുകളിലേക്കുള്ള ഭാഗം, അതായത് സ്റ്റെം, ലീഫ്, ഫ്രൂട്ട്, അതിനെയാണ് നമ്മൾ ഷൂട്ട് എന്ന് പറയാം. അപ്പൊ ഷൂട്ടായിട്ട് മാറുന്നു. അതേപോലെ താഴേക്ക് വളരുന്ന ആ ഒരു വൈറ്റ് കളർ പാർട്ട്, നമ്മൾ അതിനെ റാഡിക്കൽ എന്ന് പറയും. നമ്മൾ ഓൾറെഡി സീഡ് ജെർമിനേഷനിൽ പഠിച്ചതാണ് അതെല്ലാനും. അപ്പോൾ ഈ റാഡിക്കൽ പാർട്ട് എന്തായിട്ട് മാറുന്നു, പിന്നീട് റൂട്ടായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ ജെർമിനേറ്റിംഗ് സീഡ്സും ഇംബൈബിഷൻ കാണിക്കുന്നു. അപ്പോൾ അതാണ് എന്താണ് ഇംബൈബിഷൻ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ആണ് ഡിഫ്യൂഷൻ. അപ്പൊ ഡിഫ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ്, ഇതിനകത്ത് ഞാനൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഇതാരാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ, മിസ്റ്റർ പോഞ്ഞിക്കര ഫ്രം കല്യാണരാമൻ. അപ്പോൾ ഇയാൾ എന്താ, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മദ്യത്തിന്റെ മണം കയറിട്ടാണ് അയാൾ എണീറ്റ് പോകുന്നത് അല്ലേ. ഞാനറിയാതെ ഇവിടെ ആരാണ്, ഈ തറവാട്ടിലാരാണ് മദ്യം കഴിക്കണേന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഒരു ഗ്ലാസ് കൊണ്ട്, വേസ്റ്റ് ഗ്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാണ്. വളരെ എന്താ, നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു ക്യാരക്ടറും കൂടെയാണത്. അപ്പോൾ ഇതൊരു ഡിഫ്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ അതിന്റെ ആ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. ഡിഫ്യൂഷൻ ഈസ് ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ്. അത് എന്താകാം, ഗ്യാസ് ആകാം, ലിക്വിഡ് ആകാം, സൊല്യൂട്ടോ സോൾവെന്റോ ആകാം, ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ വെൻ ദ ടു ആർ ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട്. അതായത് മൂവ്മെന്റിന്റെ മോളിക്യൂൾസ്, അല്ല സോറി, മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ് ഈ ഒരു ഫ്രീ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്, ഒരു ഹയർ എവിടെയാണോ ആ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ ഇരിക്കുന്നത്, ആ ഒരു റീജിയണിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് അത് മൂവ് ചെയ്യുന്നു. വെൻ ദേ ആർ ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട്, ഡയറക്റ്റ് ആയിട്ടൊരു കോണ്ടാക്റ്റിലാണ് ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. ഈ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റിനെ കുറച്ച് എന്താണ്, നമ്മളത് പ്രത്യേകം എടുത്തു പറയണം. കാരണം നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലാതെ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഇങ്ങനെ മൂവ്മെന്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഡിഫ്യൂഷനിൽ എന്താണ്, ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയായിട്ടാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് ഫ്രം ദ റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൺ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഇനി ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്ലോവർ ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടെയാണ്. ബിക്കോസ് ദ മോളിക്യൂൾസ് മൂവ് ഇൻ എ റാൻഡം ഫാഷൻ. മോളിക്യൂൾസ് എങ്ങനെയാണ്, റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോവർ ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടെയാണ്. ഇപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞൊരു എക്സാമ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അദ്ദേഹം പോഞ്ഞിക്കര ഉറങ്ങിയായിരുന്നു അല്ലെ. അപ്പോൾ ഈ ഒരു മദ്യത്തിന്റെ കുപ്പി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഇയാള് പുതപ്പ് മാറ്റി എണീറ്റ് വരുന്നത്. അപ്പോൾ മദ്യത്തിന്റെ കുപ്പി തുറക്കുമ്പോൾ അതിൽ നിന്ന് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്തിട്ട്, മോളിക്യൂൾസ് പതുക്കെ റാൻഡം ഫാഷനിൽ മൂവ് ചെയ്തിട്ട് ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതൊരു എന്താണ്, ഒരു ഡിഫ്യൂഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സ്പ്രേ ബോട്ടില് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സ്മെല്ല് ഇങ്ങനെ പടരും അല്ലെ, നമ്മുടെ മുറികളിലേക്ക് അത് വ്യാപിക്കും. അതുപോലെ തന്നെ നമ്മളുടെ അമ്മയ്ക്ക് നമ്മുടെ വീട്ടില് കുക്ക് ചെയ്യുന്ന സമയത്ത് സാമ്പാറാണോ ചിക്കൻ കറിയാണോ എന്നൊക്കെ നമ്മൾ ഹാളിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ എന്താ പുറത്തിരുന്നിട്ടൊക്കെ നമ്മൾ സ്മെല് ചെയ്യാറുണ്ട്. ഇന്ന് സാമ്പാറാണ്, ഇന്ന് ചിക്കൻ കറിയാണ്. ഇതെല്ലാം എന്താ, ഡിഫ്യൂഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സ്ലോവർ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. റാൻഡം ഫാഷനിലൂടെയാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എനർജി എക്സ്പെൻഡിച്ചർ ഇല്ല എന്നുള്ളതാണ്. അതായത് എനർജിയുടെ ആവശ്യമില്ല. കാരണം എന്താ, അതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ആണ്, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരാന്നുള്ളത്. നമ്മളിപ്പോ ഒരു മാളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 2 ലിഫ്റ്റ് അടുപ്പിച്ച് വന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചിലപ്പോൾ ആദ്യം വരുന്ന ലിഫ്റ്റിലേക്ക് ഓടിക്കേറും അല്ലെ. അപ്പൊ തൊട്ടപ്പുറത്ത് മറ്റൊരു ലിഫ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരെങ്കിലും ഇത്രയും തിങ്ങിയിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്പൺ ആയിട്ട് വന്ന ആ ഒരു ലിഫ്റ്റിലേക്ക് ഓടിക്കേറാനായിട്ട് നോക്കും. അത് തന്നെയാണ് മോളിക്യൂൾസും ചെയ്യുന്നത്. അതായത് തിരക്കിലിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ
തിങ്ങിയിരിക്കാനായിട്ട് ആർക്കും ഇഷ്ടമല്ല. മോളിക്യൂൾസിനും അങ്ങനെ തന്നെയാണ്, തിങ്ങിയിരിക്കാനായിട്ട് ഇഷ്ടമല്ല. അവർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനാണ് ഇഷ്ടം. സോ അവരെന്ത് ചെയ്യുന്നു, ഹയർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവർ കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എനർജി എക്സ്പെൻഡിച്ചർ ഇല്ല. ഇനി ഡിഫ്യൂഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇതിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് കൂടെ ഉണ്ട്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, മെംബ്രെയിൻ പെർമിയബിലിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ടും ഈ ഒരു ഡിഫ്യൂഷൻ ഇൻഫ്ലുവൻസ് ആവാറുണ്ട്, കൂടാറുണ്ട്, കുറയാറുണ്ട്. അതിനൊക്കെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. താഴെ മറ്റൊരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വാട്ടറിലേക്ക് ഡൈമോളിക്യൂൾസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, ഈക്വലി സ്പ്രെഡ് ആവുന്നത്, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ആവുന്നത് എന്നെല്ലാം ആ പിക്ചറിൽ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത പ്രോസസ് ആണ് ഓസ്മോസിസ്. ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ്. നമ്മൾ ഡിഫ്യൂഷനിൽ പറഞ്ഞത് എന്താ? ഗ്യാസ് ആകാം, ലിക്വിഡ് ആകാം, സൊല്യൂട്ടോ സോൾവെന്റോ ആകാം. ബട്ട് ഓസ്മോസിസ് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ്. എവിടെ നിന്ന് എങ്ങോട്ട്? അത് സെയിം ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്നും ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക്. മറ്റൊരു കാര്യം, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് പെർമിയബിൾ ആണെന്നല്ല, അതായത് എല്ലാത്തിനെയും കടത്തിവിടുന്ന മെംബ്രെയിൻ ആണ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്, അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മോളിക്യൂൾസിനെ മാത്രം കടത്തിവിടുന്ന മെംബ്രെയിൻ. അതാണ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് തമ്മിലുള്ള വ്യത്യാസം. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ ഏത് മോളിക്യൂൾസ് വേണമെങ്കിലും ആക്കാം, അവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതാണ് ഡിഫറൻസ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇനി നമുക്ക് ഓസ്മോസിസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, എൻഡോസ്മോസിസ് എന്നും എക്സോസ്മോസിസ് എന്നും. എൻഡോസ്മോസിസ് വിച്ച് മീൻസ് എൻഡോ, അകത്തേക്ക്. അപ്പോൾ ഇൻവേർഡ് ഫ്ലോ ഓഫ് വാട്ടർ ആണ്, വാട്ടർ അകത്തേക്ക് വരുന്നു ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. നോർമലി എന്ത് സംഭവിക്കും? ആ ഒരു സെല്ല് സ്വെല്ലപ്പ് ചെയ്യുന്നു. എക്സോസ്മോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്വേർഡ് ഫ്ലോ ആണ്, വെള്ളം പുറത്തേക്കാണ് ഒഴുകുന്നത് ത്രൂ ദി സെമി പെർമിയബിൾ മെംബ്രെയിൻ. നോർമലി എന്ത് ചെയ്യുന്നു? ആ ഒരു സെല്ല് ഷ്രിങ്ക് ചെയ്യുന്നു, ചുരുങ്ങുന്നു. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി അല്ലെ, റേസിൻസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ഒരു ദിവസം നമുക്ക് ഉണക്കമുന്തിരി നമുക്ക് കഴിക്കണം എന്ന് ഓർത്തിട്ട് നമ്മൾ നൈറ്റ് നമ്മളത് കുതിർത്ത് വെക്കാന്ന് പറയും. വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നെക്സ്റ്റ് ഡേ എണീറ്റ് വരുമ്പോൾ അത് എന്തായിട്ടുണ്ടാകും? നല്ല വീർത്തിട്ടുണ്ടാകും. അതൊരു എൻഡോസ്മോസിസ് ആണ്. ഇനി എക്സോസ്മോസിസ് പറയുകയാണെങ്കിൽ ഈ ഗ്രേപ്പ് നമ്മളൊരു സോൾട്ട് സൊല്യൂഷനിലേക്ക് ഇട്ട് വെക്കുമ്പോൾ അത് ഷ്രിങ്ക് ആയി പോവില്ലേ, അത് നമ്മൾ എന്ത് പറയും? എക്സോസ്മോസിസ് ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ മാങ്ങയൊക്കെ ഇതേപോലെ ഉപ്പിലിട്ട് വെക്കാന്ന് പറയും. ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോഴും ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്, എക്സോസ്മോസിസ് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് മാങ്ങയൊക്കെ അങ്ങനെ ഒരു ചുക്കിച്ചുളുങ്ങി അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഷ്രിങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇനി ഈ ഓസ്മോസിസ് ഇസ് ബേസ്ഡ് ഓൺ ടോണിസിറ്റി. ടോണിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is defined as the relative concentration of the solute in a solution compared to the cell's internal environment. ഒരു സെല്ലിന്റെ ഇന്റേണൽ എൻവയോൺമെന്റിനെ അനുസരിച്ചിട്ട് ഒരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു സെല്ല് കിടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെല്ല് ഇട്ടിരിക്കുന്ന ആ ഒരു സൊല്യൂഷനിൽ എന്താണ് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്നൊക്കെ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്താണ് അത് വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടൈമാണ് ടോണിസിറ്റി. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി ഈ ടോണിസിറ്റി നമുക്ക് അനുസരിച്ചിട്ട് സൊല്യൂഷനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: ഐസോടോണിക്, ഹൈപ്പോടോണിക് ആൻഡ് ഹൈപ്പർടോണിക്. ആ ഒരു ടേമിൽ തന്നെ നമുക്ക് എന്താണ് ആ സൊല്യൂഷന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാകും. ഐസോടോണിക് സെയിം ആണ്, ഐസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം എന്നാണ് അർത്ഥം. ഇനി ഹൈപ്പോടോണിക് എന്ന് പറയുമ്പോൾ അവിടെ ഹൈപ്പോടോണിക്, ഹൈപ്പോ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ലോവർ,
കുറച്ച് താഴ്ന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഹൈപ്പർ കൂടുതൽ, അല്ലെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ. ആ ഒരു ടേം ജസ്റ്റ് മൈൻഡിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഹൈപ്പോയും ഹൈപ്പറും തമ്മിൽ മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സൊല്യൂഷന്റെ കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ടോണിസിറ്റി എന്നും ഈ 3 സൊല്യൂഷന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ മനസ്സിലാവും. ഐസോടോണിക് സൊല്യൂഷൻ, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ മൈൻഡിൽ ആലോചിക്കാം, ഒരു സെല്ല്, ഇപ്പൊ ഈ പറഞ്ഞ റൈസിൻസ് ആയിക്കോട്ടെ, റൈസിൻസ് അല്ലെങ്കിൽ ഒരു മുന്തിരി, സംതിങ്, ഒരു സെല്ല് നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട് വെക്കുന്നു. ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട് വെക്കുന്നു. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോൾവെന്റിൽ ഒരു സൊല്യൂട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് പാർട്ടാണ് നമ്മൾ എന്ത് പറയാ, സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു സൊല്യൂഷനിൽ നമ്മൾ എന്തിട്ട് വെച്ചിരിക്കുന്നു? ഒരു സെല്ലിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ വിത്ത് ദ സെയിം ആ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷനും ആ ഒരു സൊല്യൂഷനിൽ ഇട്ട് വെച്ചിരിക്കുന്ന സെല്ലിന്റെ കോൺസെൻട്രേഷനും സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഐസോട്ടോണിക്. ഒന്നുകൂടെ പറയാം. ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ ഒരു സെല്ല് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സെല്ലിന്റെ ഇന്റേണൽ എൻവയോൺമെന്റും ആ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷനും സെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് ഐസോട്ടോണിക് സൊല്യൂഷൻ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ഓസ്മോസിസ് നടക്കും? ഇല്ല. കാരണം അവിടെ എന്തല്ല, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഇല്ല. സോ അവിടെ എന്തില്ല? ഓസ്മോസിസ് ഇല്ല. നോ നെറ്റ് മൂവ്മെന്റ് ഓഫ് ദി വാട്ടർ മോളിക്യൂൾ. മൂവ്മെന്റ് ഇല്ല, വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഷേപ്പ് ഓഫ് ദ സെൽ ആൻഡ് സൈസ് റിമെയിൻ അൺചേഞ്ച്ഡ്. സെല്ലിന്റെ ഷേപ്പോ സൈസോ മാറുന്നില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഹൈപ്പോട്ടോണിക്, അതായത് അവിടെ കോൺസെൻട്രേഷൻ ലോവർ ആണ്. The solution outside the cell has a lower solute concentration. അപ്പോൾ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അതായത് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറവാണെന്ന് പറയുമ്പോൾ ആ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ അളവ് കുറവാണ്. അവിടെ എന്താണ് കൂടുതൽ? വാട്ടർ മോളിക്യൂൾസ് കൂടുതലുണ്ട്. വാട്ടർ മോളിക്യൂൾസ് കൂടുതലുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ഇട്ട് വെച്ചിരിക്കുന്ന സെൽ എന്ന് പറയുന്നത്, ഒരു സെല്ലുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സെല്ലിന്റെ അകത്തേക്ക് വാട്ടർ മോളിക്യൂൾസ് എൻ്റർ ചെയ്യും. കാരണം ഈ ഒരു സൊല്യൂഷനിൽ വാട്ടർ മോളിക്യൂൾസ് ആണ് അധികം. സൊല്യൂട്ട് കുറവും വാട്ടർ മോളിക്യൂൾസ് അധികവും ഉണ്ട്. സോ ഈ കൂടുതലുള്ള വാട്ടർ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഈ സൊല്യൂഷനിൽ നിന്നും ഈ ഒരു സെല്ലിന്റെ അകത്തേക്ക് മൂവ് ചെയ്യുന്നു. നോർമലി സെൽ എന്ത് ചെയ്യുന്നു? എൻലാർജ് ചെയ്യുന്നു, വേസ്റ്റ് ഔട്ടും ചെയ്യാം. വാട്ടർ മോളിക്യൂൾസ് മൂവ് ഫ്രം സൊല്യൂഷൻ ടു ദ സെൽ. സെല്ല് എൻലാർജ് ചെയ്യുന്നു, എന്നിട്ട് വേസ്റ്റ് ഔട്ടും ചെയ്യാം. ഇതാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. അല്ലെങ്കിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഒരു സെൽ ഇട്ട് വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് ഹൈപ്പർടോണിക്. ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട്. ആ ഒരു സൊല്യൂഷനില് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അധികമുണ്ട്, വിച്ച് മീൻസ് വാട്ടർ മോളിക്യൂൾ അവിടെ കുറവാണുള്ളത്. എന്തില്? സൊല്യൂഷനില്. അപ്പോൾ സൊല്യൂഷനിലുള്ള വാട്ടർ മോളിക്യൂൾസിനെ അപേക്ഷിച്ചിട്ട് അവിടെ സെല്ലിന്റെ അകത്ത്, ആ ഒരു സൊല്യൂഷൻ ഇട്ട് വെച്ചിരിക്കുന്ന സെല്ലിന്റെ അകത്ത് വാട്ടർ മോളിക്യൂൾസ് എന്തായിരിക്കാം? അതായത് നമ്മുടെ ആ ഒരു സൊല്യൂഷനില് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവും വാട്ടർ മോളിക്യൂൾസ് കൂടുതലാണോ? സോറി, നേരെ തിരിച്ചാണ്. ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുണ്ട്, വാട്ടർ മോളിക്യൂൾസ് കുറവ്. ഈ സെല്ലിന്റെ അകത്ത് വാട്ടർ മോളിക്യൂൾസ് ഇതിനെ അപേക്ഷിച്ചിട്ട് കൂടുതലുണ്ടാകും. അപ്പോൾ ഈ ഒരു സെല്ലിന്റെ അകത്തുള്ള വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് പ്രവേശിക്കുന്നു, മൂവ് ചെയ്യുന്നു, സെല്ലിന്റെ അകത്ത് നിന്നും പുറത്തേക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ മോളിക്യൂൾസ് ഹയർ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ, അതായത് ഇപ്പോൾ അത് സെല്ലിന്റെ അകത്താണ്, വാട്ടർ മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. സോ അത് വാട്ടർ മോളിക്യൂൾസ് സെല്ലിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നോർമലി ആ ഒരു സെല്ലിന് എന്ത് സംഭവിക്കുന്നു? ഷ്രിങ്ക് ചെയ്യുന്നു, അവിടെ എക്സോസ്മോസിസ് നടക്കുന്നു. സെല്ല് ഷ്രിങ്ക് ചെയ്തിട്ട് അതിന്റെ ഷേപ്പ് ലൂസ് ചെയ്യുന്നു. ഇതാണ് എന്ത്? ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ ഒരു സെല്ല്
കിടന്നാൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ടോണിസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂട്ട് സെൽസിന്റെ ഇന്റേണൽ എലിമെന്റ് തമ്മിലുള്ള ഒരു കോൺസെൻട്രേഷനെയാണ് നമ്മൾ ടോണിസിറ്റി എന്ന് പറയുക. അതനുസരിച്ചിട്ട് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഐസോടോണിക്, ഹൈപ്പോടോണിക് ആൻഡ് ഹൈപ്പർടോണിക്. ഐസോടോണിക് എന്ന് പറയുമ്പോൾ അവിടെ സെയിം കോൺസെൻട്രേഷൻ ആണ്. ഹൈപ്പോടോണിക് എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂഷന്റെ അകത്ത് ആ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനില് എന്താണ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ലോവർ ആണ്. ഇനി തിരിച്ച് ഹൈപ്പർടോണിക്കിലാണെങ്കിൽ അവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഹൈപ്പോടോണിക്കിലാണെങ്കിൽ അവിടെ നടക്കുന്നത് എൻഡോസ്മോസിസും, ഹൈപ്പർടോണിക്കിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സെല്ലാണെങ്കിൽ അവിടെ എക്സോസ്മോസിസും നടക്കുന്നു. എക്സോസ്മോസിസ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു സെല്ല് ഷ്രിങ്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മളൊരു അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഐസോടോണിക് സൊല്യൂഷനിൽ ഇട്ട് വെച്ചിരിക്കുന്ന സെല്ലിന് എന്ത് സംഭവിക്കുന്നു? ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം വാട്ടർ മോളിക്യൂൾസ് അകത്തേക്കും പുറത്തേക്കും ഒക്കെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ സെയിം കോൺസെൻട്രേഷൻ ആണ് ഉള്ളത്. സോ അവിടെ സെല്ല് നോർമൽ ആയിട്ടിരിക്കുന്നു. അങ്ങനെ നോർമൽ ആയിട്ടിരിക്കുന്ന സെല്ലിനെ നമ്മൾ ഫ്ലാസിഡ് സെൽ എന്ന് പറയും. ഫ്ലാസിഡ് സെല്ല്. ഇനി ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ ഇട്ട് വെച്ചിരിക്കുന്ന സെല്ലിന്റെ അവസ്ഥ എന്താണ്? അവിടെ എന്ത് സംഭവിക്കുന്നു? ഹൈപ്പോടോണിക് എന്ന് പറയുമ്പോൾ അവിടെ എൻഡോസ്മോസിസ് ആണ് നടക്കുന്നത്. സെല്ലിന്റെ അകത്തേക്ക് വെള്ളം ഇരച്ചു കയറും, അല്ലെ? വാട്ടർ മോളിക്യൂൾസ് എൻ്റർ ചെയ്യും. സോ സെല്ല് എന്ത് ചെയ്യും? സ്വെൾ ചെയ്യുന്നു. അങ്ങനെ സ്വെൾ ചെയ്തിരിക്കുന്ന സെല്ലിനെ നമ്മൾ പറയുന്നതാണ് ടർജിഡ് സെൽ. ടർജിഡ് സെൽ. ഇനി ഹൈപ്പർടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ ഇട്ട് വെച്ചിരിക്കുന്ന സെല്ലിന് എന്ത് സംഭവിക്കുന്നു? അത് ചുരുങ്ങി പോകുന്നു. എക്സോസ്മോസിസ് കാരണം സെല്ല് ചുരുങ്ങുന്നു, ഷിവൾഡ് ആവുന്നു. നമ്മൾ അതിനെ പ്ലാസ്മോളൈസ്ഡ് ആയി എന്ന് പറയും. പ്ലാന്റ് സെല്ലില് പ്ലാസ്മോളൈസ്ഡ്. ഈ പ്ലാസ്മോളൈസിസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഓസ്മോസിസ്. നമ്മൾ ഇൻബൈബിഷൻ പഠിച്ചു, ഡിഫ്യൂഷനും ഓസ്മോസിസും പഠിച്ചു. ഇനി ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ഓസ്മോസിസ്? എന്താണ് ഓസ്മോസിസിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്? എന്താണ്? വാട്ടർ മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓഫ് ദ വാട്ടർ. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. എവിടെയാണോ വാട്ടർ മോളിക്യൂൾസ് കൂടുതലായിട്ടുള്ളത് അവിടെ നിന്നാണ് വാട്ടർ മോളിക്യൂൾസ് കുറവുള്ള ഏരിയയിലേക്ക് അവർ മൂവ് ചെയ്യുക. സോ അവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓഫ് ദ വാട്ടർ. ഇനി what happens to a cell that is placed in a hypertonic solution? എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിക്കുക. ഹൈപ്പർടോണിക്, ഉപ്പുവെള്ളം, ഉപ്പ് കൂടുതലുള്ള ഉപ്പുവെള്ളം, ഉപ്പുവെള്ളത്തിലിട്ട മാങ്ങയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഷ്രിങ്ക് ചെയ്യുന്നു. ഇറ്റ് വിൽ ഷ്രിങ്ക് ആൻഡ് ലോസ് വാട്ടർ. ഷ്രിങ്ക് ചെയ്തിട്ട് വാട്ടർ ലോസ് ചെയ്യുന്നു. What is the term for a solution that has the same concentration of solute as the cell? സെയിം കോൺസെൻട്രേഷൻ ഉള്ളത് സെല്ലിനെ അപേക്ഷിച്ചിട്ട് സൊല്യൂഷനിലും സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സൊല്യൂഷൻ ഐസോടോണിക്, അല്ലെ? ഐസോടോണിക് സൊല്യൂഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതെല്ലാം കുറച്ച് സാമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് PYQs നമുക്ക് ഇതുപോലെ അവൈലബിൾ ആണ്. നമുക്ക് അതും കൂടെ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ ഇൻബൈബിഷൻ, ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.